ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തീയതി 15/4/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. ഭഗവാൻ അല്ലെങ്കിൽ ബാബ പറയുന്നു, നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിത സമ്പാദ്യമെല്ലാം ഉപയോഗിച്ച് സ്വർണവും വജ്രവും പതിപ്പിച്ച വളരെ മനോഹരമായ ഒരു അലമാര നിങ്ങൾ പണിയുന്നു എന്ന്. അതിനെ ദിവസവും മിനുക്കുന്നു, പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. പക്ഷേ അതിനുള്ളിൽ സൂക്ഷിക്കാൻ മാത്രം നിങ്ങളുടെ കയ്യിൽ വിലപിടിപ്പുള്ള ഒരു സാധനം പോലുമില്ല. കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നാമല്ലേ? അതെ, വിചിത്രമാണ്. എന്നാൽ നമ്മൾ ഇന്ന് നമ്മുടെ സ്വന്തം ശരീരത്തോടും ആ യഥാർത്ഥ സ്വത്വത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ? ഇന്നത്തെ ഈ ഡീപ് ഡൈവിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. നമ്മുടെ മുന്നിലുള്ള ഈ പുതിയ വിവരങ്ങൾ ഭൗതിക ലോകത്തെക്കുറിച്ചും ആത്മീയ ലോകത്തെക്കുറിച്ചുമുള്ള നമ്മുടെ പല ധാരണകളെയും പൊളിച്ചെഴുതുന്നതാണ്. ശരിക്കും വെറും കെട്ടുകഥകളിൽ നിന്ന് മാറി യഥാർത്ഥ യാഥാർത്ഥ്യത്തെ എങ്ങനെ തിരിച്ചറിയാമെന്നും നമ്മൾ നോക്കുന്നുണ്ട്. അതായത് തമോപ്രധാനമായ അഥവാ പൂർണ്ണമായും അശുദ്ധമായ ഒരവസ്ഥയിൽ നിന്ന് സതോപ്രധാനമായ ആ 100% ശുദ്ധമായ അവസ്ഥയിലേക്ക് എങ്ങനെ മാറാമെന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. അത് തന്നെ, നിങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഒരു 21 ജന്മങ്ങളോളം കൂടെ നിൽക്കുന്ന ഒരു സത്യമായ സമ്പാദ്യം എങ്ങനെ നേടാമെന്ന് നമുക്കിന്ന് കണ്ടെത്താം. അപ്പോൾ ഈ വലിയ ആശയങ്ങളെ നമുക്കൊന്ന് അനാവരണം ചെയ്യാം. തീർച്ചയായും ഈ രേഖകൾ നൽകുന്ന വീക്ഷണം വളരെ വ്യത്യസ്തമാണ്. കാരണം നമ്മൾ കാലങ്ങളായി ശീലിച്ചു വന്ന പല കാര്യങ്ങളെയും വളരെ ലോജിക്കലായി ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. അറിവിലൂടെ എങ്ങനെയാണ് ഒരാളുടെ ബോധതലം പൂർണ്ണമായും മാറുന്നത് എന്ന് വളരെ കൃത്യമായതിൽ കാണാൻ സാധിക്കും. അതെ, മിഥ്യയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വലിയ വേർതിരിവാണ് ഈ പഠനത്തിന്റെ കാതൽ. നിങ്ങൾക്ക് ഈ ഭക്തിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, പഴയ പുരാണ കഥകൾ കേട്ട് വികാരഭരിതരാകുന്നു, അല്ലേ? ശരിയാണ്. എന്നാൽ സ്രോതസ്സുകൾ ഇതിനെ തികച്ചും വ്യത്യസ്തമായ ഒരു കോണിലൂടെയാണ് നോക്കിക്കാണുന്നത്. ഭക്തിമാർഗത്തിൽ മനുഷ്യർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. ഈ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയുള്ള കഥകൾ കേട്ട് ആളുകൾ എന്നും കരയാറുണ്ട്. അതെ, അത് വളരെ സത്യമാണ്. എന്നാൽ സ്രോതസ് വളരെ വ്യക്തമായി പറയുന്നു, ഇതെല്ലാം വെറും കെട്ടുകഥകളാണ് എന്ന്. ഇത് മാത്രമല്ല, എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ മറ്റൊരു കാര്യമുണ്ട്. ദേവതകളുടെ വിഗ്രഹങ്ങളെ നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വജ്രവും ഉപയോഗിച്ച് അലങ്കരിക്കുന്നു. എന്നാൽ ആ സമ്പത്ത് ഒടുവിൽ എവിടെയാണ് എത്തുന്നത്? അത് ആ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾക്കല്ലാലോ ലഭിക്കുന്നത്. അത് പൂജാരിമാരിലേക്കും ക്ഷേത്ര നടത്തിപ്പുകാരിലേക്കുമാണ് എത്തുന്നത്. അത് തന്നെ. ഈ വലിയൊരു സത്യം നമ്മൾ പലപ്പോഴും സൗകര്യപൂർവ്വം മറന്നുപോകുന്നു. ശരിയാണ്. ആ അലമാരയുടെ ഉദാഹരണം നിങ്ങൾ പറഞ്ഞത് ഇവിടെ വളരെ കൃത്യമാണ്. പുറമേയുള്ള ലോകത്തെയും ശരീരത്തെയും മാത്രം അലങ്കരിക്കുകയും ആ ഉള്ളിലെ ആത്മാവിനെ മറക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് ഭക്തിമാർഗത്തിൽ കൂടുതലായി കാണുന്നത്. ഇതിലൊരു സാമ്പത്തിക വശം മാത്രമല്ല ഉള്ളത്. മനുഷ്യന്റെ വലിയൊരു അജ്ഞത കൂടി ഇതിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമുണ്ട്, ആത്മാവ് നിർലേപമാണ് എന്ന്. അതായത് ആത്മാവ് സുഖദുഃഖങ്ങൾക്ക് അതീതമാണ് എന്ന വിശ്വാസം. അതെ, വേദനകളെല്ലാം ശരീരത്തിനാണ് എന്നൊക്കെയുള്ള ഒരു തത്വശാസ്ത്രം നമ്മൾ പണ്ടുമുതലേ കേൾക്കുന്നതല്ലേ? ഈ സ്രോതസ്സുകൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് ശരിയാണോ? അവിടെയാണ് ഏറ്റവും വലിയൊരു തിരുത്തൽ. ഈ വിവരങ്ങൾ നൽകുന്നത് നമ്മൾ കാലങ്ങളായി വിശ്വസിച്ചു പോരുന്ന ഈ നിർലേപം എന്ന സങ്കല്പം തികച്ചും തെറ്റാണെന്ന് ഈ സ്രോതസ് സമർത്ഥിക്കുന്നു. പരമാത്മാവ് സുഖദുഃഖങ്ങളിൽ നിന്ന് വേറിട്ടവനായിരിക്കാം. അതുകൊണ്ട് പരമാത്മാവ് നിർലേപനാണ്. അപ്പോൾ മനുഷ്യാത്മാവോ? മനുഷ്യാത്മാവ് അങ്ങനെയല്ല. നിങ്ങളൊന്ന് യുക്തിപരമായി ചിന്തിച്ചു നോക്കൂ. ശരീരമെന്നത് വെറുമൊരു ഉപകരണം മാത്രമാണ്. അതിന് സ്വയം സുഖമോ ദുഃഖമോ അനുഭവിക്കാൻ സാധിക്കില്ല. ആത്മാവാണ് യഥാർത്ഥത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. പാപങ്ങൾ ചെയ്യുമ്പോൾ ആത്മാവിലാണ് കറപിടിക്കുന്നത്, അല്ലാതെ ശരീരത്തിലല്ല. അല്ല, ഒരു നിമിഷം, അതെനിക്കൊന്നുകൂടി വ്യക്തമാക്കണം. നമ്മൾ കരുതുന്നത് വേദന ശരീരത്തിനാണെന്നാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ആത്മാവിന് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ബാധിക്കുന്നതെന്നാണോ? കൃത്യമായും. ഈ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രശ്നം പുറത്തല്ല, മറിച്ച് ആത്മാവിൽ തന്നെയാണ് കറ പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ മാറ്റം
നമ്മുടെ ഉള്ളിൽ ആരംഭിക്കുകയുള്ളൂ. പുറത്ത് മരുന്ന് പുരട്ടിയിട്ട് കാര്യമില്ലല്ലോ. ആ, ഉള്ളിലാണ് ചികിത്സ വേണ്ടത് എന്ന് സാരം. അതെ, മായയോട്, അതായത് നമ്മുടെ ചുറ്റുമുള്ള മിഥ്യാബോധങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ മനുഷ്യർ തളർന്നുപോകും. അപ്പോൾ ഭഗവാൻ നൽകുന്ന ഒരു സഞ്ജീവനി മരുന്നിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതാണ് മന്മനാഭവ. അതായത് മനസ്സുകൊണ്ട് നിരന്തരം ആ പരമാത്മാവിനെ ഓർമ്മിക്കുക എന്നത്. മന്മനാഭവ കേൾക്കാൻ വളരെ ലളിതമാണ്, എന്നാൽ പ്രായോഗികമാക്കാൻ വലിയ ശ്രദ്ധ വേണ്ട ഒന്നാണ്. മോഹാലസ്യപ്പെടുന്ന അവസരങ്ങളിൽ നമ്മെ ഉണർത്താൻ സഹായിക്കുന്ന ഒരു മെന്റൽ ആങ്കർ അല്ലെങ്കിൽ മാനസികമായ ഒരു താങ്ങാണ് ഈ മന്മനാഭവ എന്ന അവസ്ഥ, അല്ലേ? ശരിയാണ്. അപ്പോൾ നിലവിലെ ലോകം മിഥ്യയും ദുഃഖവും നിറഞ്ഞതാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. എന്നാൽ അങ്ങനെയെങ്കിൽ ഒരു കാലത്ത് ഈ ലോകം തികച്ചും സമ്പൂർണമായിരുന്നില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നുവരാം. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. തീർച്ചയായും. സ്രോതസ്സുകൾ സത്യയുഗത്തെ, അതായത് സ്വർഗത്തെ വിവരിക്കുന്നത് കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. അവിടെ ശരീരവും ആത്മാവും പൂർണ്ണമായും പവിത്രമായിരുന്നു എന്ന് പറയുന്നു. ആളുകൾ വജ്രമാലകൾ അണിഞ്ഞ അതിസുന്ദരമായ രൂപങ്ങളായിരുന്നു. ഇതിലെ ഏറ്റവും രസകരമായ ഭാഗം എന്താണെന്നോ? അവിടുത്തെ മൃഗങ്ങൾ, പ്രത്യേകിച്ച് പശുക്കൾ പോലും ഒന്നാം തരമായിരുന്നു എന്നാണ് പറയുന്നത്. അവയുടെ ചാണകത്തിന് പോലും വലിയ ശക്തിയുണ്ടായിരുന്നതിനാൽ അവിടുത്തെ മണ്ണ് വളരെ ഫലഭൂയിഷ്ടമായിരുന്നു. എന്നാൽ ഇന്നത്തെ കലിയുഗത്തിലേക്ക് വരുമ്പോഴോ ഓരോ വസ്തുക്കളും ശക്തിഹീനമായി മാറി. പശുക്കൾ പോലും കറുത്തുപോയി. ജയ്പൂരിലെയോ അമേരിക്കയിലെയോ ഇന്നത്തെ ഏറ്റവും വലിയ കൊട്ടാരങ്ങൾ പോയി കണ്ടാലും സത്യയുഗത്തിലെ കൊട്ടാരങ്ങളെ അപേക്ഷിച്ച് അവയൊന്നും വെറും ഒന്നുമല്ല. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ പ്രകൃതിയും മൃഗങ്ങളും മനുഷ്യരുമെല്ലാം വളരെ ക്ഷീണിതരാണ് എന്നാണ്. കലിയുഗത്തിൽ എല്ലാവർക്കും ഒരു വിശ്രമം ആവശ്യമാണ് എന്ന് തോന്നിപ്പോകുന്നു. അത് വളരെ രസകരമായൊരു നിരീക്ഷണമാണ്. എന്തുകൊണ്ടാണ് സത്യയുഗത്തിൽ എല്ലാം അത്രയും മികച്ചതായിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. അതായത് മുകളിൽ നിന്ന് താഴേക്കുള്ളൊരു പ്രഭാവം. ആത്മാവാണ് എല്ലാത്തിന്റെയും കേന്ദ്രം. അതായത് സത്യയുഗത്തിൽ മനുഷ്യാത്മാക്കൾ സതോ പ്രധാനമായിരുന്നു, അല്ലേ? അതെ. അതായത് 100% ശുദ്ധമായിരുന്നു. ആത്മാവിന്റെ ആ ഉയർന്ന വൈബ്രേഷൻ അല്ലെങ്കിൽ ആ പവിത്രത പ്രകൃതിയെയും മൃഗങ്ങളെയും വരെ സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവിടെയുള്ള പശുക്കളും മണ്ണും പോലും അത്രയും ഊർജ്ജസ്വലമായിരുന്നത്. ഇന്ന് ആത്മാക്കൾ തമോപ്രധാനമായി, അശുദ്ധമായി. അപ്പോൾ ആ തകർച്ച പ്രകൃതിയിലും പ്രതിഫലിക്കുന്നു. അതാണ് നിങ്ങൾ പറഞ്ഞ ആ ക്ഷീണം. അപ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പോലെ സ്വർഗം എന്ന് പറയുന്നത് മേഘങ്ങൾക്ക് മുകളിലുള്ളൊരു സ്ഥലമല്ല, അല്ലേ? ചില കാർട്ടൂണുകളിലൊക്കെ കാണുന്നത് പോലെ വെളുത്ത വസ്ത്രം ധരിച്ച് മേഘങ്ങളിലിരിക്കുന്ന ഒരവസ്ഥയല്ല ഇത്. അല്ലല്ല, ഒരിക്കലുമല്ല. കാരണം ഈ സ്രോതസ്സുകൾ പറയുന്നത് വൈകുണ്ഠം എവിടെയോ മുകളിലല്ല, മറിച്ചിവിടെ ഭൂമിയിലാണെന്നാണ്. ഈ മാറ്റത്തെക്കുറിച്ച് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ സൂക്ഷ്മവദനം, മൂലവദനം എന്നൊക്കെ പറയുന്നത് എന്താണ്? അതെ, ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ് സ്രോതസ്സുകൾ തിരുത്തുന്നത്. സ്വർഗം എവിടെയോ പോയി കണ്ടെത്തേണ്ട ഒന്നല്ല. വൈകുണ്ഠം സൂക്ഷ്മവദനത്തിലോ, അതായത് ചിന്തകളുടെയും ദർശനങ്ങളുടെയും സൂക്ഷ്മലോകത്തിലോ അല്ലെങ്കിൽ മൂലവദനത്തിലോ, അതായത് ആത്മാക്കളുടെ വാസസ്ഥലത്തോ അല്ല ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇതിൽ വ്യക്തമാക്കുന്നു. ഓ, അപ്പോൾ മറിച്ച് ഈ ഭൂമിയെ തന്നെ ആ സ്വർഗീയാവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതെ. സ്രോതസ്സിൽ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കുക. ധ്യാനാവസ്ഥയിൽ അല്ലെങ്കിൽ സൂക്ഷ്മവദനത്തിൽ പോകുമ്പോൾ ചിലർ അവിടെ അതിമനോഹരമായ പഴങ്ങളുടെ സാക്ഷാത്കാരം കാണാറുണ്ട് എന്ന് പറയുന്നു. എന്നാൽ അത് സൂക്ഷ്മലോകത്ത് കഴിക്കാൻ വേണ്ടിയുള്ളതല്ല. പിന്നെയോ? അത് ഭാവിയിൽ ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ദർശനം മാത്രമാണത്. വിത്തുകൾ ഉള്ളിൽ വെച്ച് ഒരു ചെടിയെ സങ്കൽപ്പിക്കുന്നതുപോലെ. മനസ്സിലായി. അപ്പോൾ ഈ 84 ജന്മങ്ങളെന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാണ് നമ്മൾ ഈ ശോചനീയാവസ്ഥയിലെത്തിയത്? ഒറ്റയടിക്ക് ലോകം ഇങ്ങനെയൊരു മോശം അവസ്ഥയിലേക്ക് വീണതല്ല. 84 ജന്മങ്ങളിലൂടെ പടിപടിയായി താഴേക്കിറങ്ങി വന്നാണ് ലോകം ഈ പതിതാവസ്ഥയിൽ അല്ലെങ്കിൽ അശുദ്ധാവസ്ഥയിൽ എത്തിയതെന്ന് സ്രോതസ്സ് വളരെ യുക്തിസഹമായി വിശകലനം ചെയ്യുന്നു. സതോപ്രധാനത്തിൽ നിന്ന് തമോപ്രധാനത്തിലേക്കുള്ള ഒരു വീഴ്ചയാണിത്, അല്ലേ? ഒരു പുതിയ ബാറ്ററി കാലക്രമേണ ചാർജ് തീർന്ന് ഡെഡാവുന്നത് പോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ നല്ല ഉദാഹരണം. ബാറ്ററി ചാർജ് തീരുന്നതുപോലെ തന്നെയാണ് ആത്മാവിന്റെ ശക്തിയും കുറയുന്നത്. സ്വർഗം ഇവിടെ തന്നെയാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നതെന്നും
ഈ ഭൂമി തന്നെയാണ് മാറാൻ പോകുന്നതെന്നും അറിഞ്ഞ സ്ഥിതിക്ക് അവിടേക്ക് എത്തിച്ചേരാൻ നമുക്ക് വലിയൊരു തയ്യാറെടുപ്പ് ആവശ്യമായി വരുമല്ലോ. അപ്പോൾ ഈ യഥാർത്ഥ സമ്പാദ്യം എങ്ങനെ നേടാമെന്നതിലേക്ക് നമ്മുടെ ചർച്ച മാറുകയാണ്. അതെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില ചരിത്രപരമായ വ്യത്യാസങ്ങൾ സ്രോതസ്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണിത്. ശിവബാബ ബ്രഹ്മാവിലൂടെ സ്ഥാപിക്കുന്ന യഥാർത്ഥ ധർമ്മം ആദിസനാതന ദേവീദേവതാധർമ്മമായിരുന്നു. എന്നാൽ പിന്നീട് രാവണരാജ്യം ആരംഭിച്ച് മനുഷ്യർ വികാരങ്ങൾക്കടിമപ്പെട്ട ശേഷം അവർ സ്വീകരിച്ച പേരാണ് ഹിന്ദു എന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഒരു രാജാവിന് തന്റെ രാജ്യം നഷ്ടപ്പെട്ട് അപമാനം കാരണം സ്വന്തം പേര് മാറ്റുന്നതുപോലൊരു അവസ്ഥയാണിത്. വളരെ കൃത്യമായ ഉപമയാണത്. പവിത്രത നഷ്ടപ്പെട്ടപ്പോൾ തങ്ങളെ സ്വയം ദേവതകൾ എന്ന് വിളിക്കാൻ അവർക്ക് അർഹതയില്ലാതായി. അങ്ങനെയാണ് ആ പേര് മാറുന്നത്. അപ്പോൾ ആ യഥാർത്ഥ ഐഡന്റിറ്റിയിലേക്ക് തിരികെ പോകാനാണ് നാം സമ്പാദ്യമുണ്ടാക്കേണ്ടത്. നമ്മൾ സാധാരണ ജീവിതത്തിൽ എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ വക്കീലാകാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടറാകാൻ പഠിക്കുന്നു, ധാരാളം പണം സമ്പാദിക്കുന്നു, വീട് വയ്ക്കുന്നു. എന്നാൽ അതൊന്നും യഥാർത്ഥ സമ്പാദ്യമല്ലെന്നാണ് സ്രോതസ്സ് പറയുന്നത്. അല്ല. ജ്ഞാനം കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും ഓർമ്മിക്കുന്നതുമാണ് 21 ജന്മങ്ങളിലേക്ക് നമ്മോടൊപ്പം വരുന്ന സത്യമായ സമ്പാദ്യം. അകാലമൃത്യുവില്ലാത്ത നിരോഗിയായ ഒരു ജീവിതം ഇതിലൂടെ ലഭിക്കുന്നു. ലോകത്തിലെ ഭൗതിക സമ്പാദ്യങ്ങളൊന്നും കൂടെ വരില്ല. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. സർവശക്തനായ ഭഗവാൻ ഈ സത്യമായ സമ്പാദ്യം നമ്മെ പഠിപ്പിക്കാൻ എങ്ങനെയാണ് വരുന്നത്? അദ്ദേഹം പെട്ടെന്ന് ആകാശത്തു നിന്നൊരു പ്രകാശരൂപത്തിൽ അവതരിക്കുകയാണോ ചെയ്യുന്നത്? അവിടെയാണ് ഈ സ്രോതസ്സുകളിലെ ഏറ്റവും വിപ്ലവകരമായ ആശയം ഒളിഞ്ഞിരിക്കുന്നത്. ഭഗവാൻ വരുന്നത് ഒരു മാന്ത്രിക പ്രകാശരൂപത്തിലോ അല്ലെങ്കിൽ രാജകീയമായ ഒരു ശരീരത്തിലോ അല്ല. ഇവിടെ വളരെ കൃത്യമായൊരു താരതമ്യം നൽകുന്നുണ്ട്. അതായത് കൃഷ്ണന് സ്വന്തമായ ശരീരമുണ്ട്, ശങ്കരന് ഒരു സൂക്ഷ്മരൂപമുണ്ട്, അങ്ങനെയല്ലേ? അതെ. എന്നാൽ സർവജ്ഞനായ അല്ലെങ്കിൽ നോളജ്ഫുള്ളായ ശിവബാബയ്ക്ക് സ്വന്തമായി ഒരു ശരീരമില്ല. ഈ പതിത ലോകത്തിൽ, അശുദ്ധമായ ലോകത്തിൽ വന്ന് ഈ അറിവ് പകർന്നു നൽകാൻ അദ്ദേഹം ഒരു മനുഷ്യശരീരം കടമെടുക്കുകയാണ്, അല്ലെങ്കിൽ ലോണെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മാവിന്റെ ശരീരത്തെയാണ് അങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു, അല്ലേ? ഇതൊരു വലിയ സങ്കല്പമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സർവശക്തനായ ഭഗവാൻ സ്വന്തമായി ഒരു ശരീരം സൃഷ്ടിക്കുന്നതിനു പകരം ഒരു സാധാരണ മനുഷ്യ ശരീരത്തെ തന്റെ ഉപകരണമായി വാടകയ്ക്കെടുക്കുന്നു. അതെ, അത് വലിയൊരു പാഠമാണ് നമുക്ക് തരുന്നത്. മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും മനുഷ്യരെ നയിക്കാൻ ഭഗവാൻ ഒരു സാധാരണ മാർഗമാണ് സ്വീകരിക്കുന്നത്. അതൊരു ഗംഭീരമായ പോയിന്റാണ്. ഭഗവാൻ വരെ ഒരു ശരീരം ലോൺ എടുത്ത് കടമെടുത്താണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിന്റെ കാര്യമോ? നമ്മൾ ഈ ശരീരത്തെ ചൊല്ലി എത്രത്തോളം അഹങ്കരിക്കുന്നവരാണ്? സത്യം. ഈ ആത്മീയ സമ്പത്ത് നേടാനും പാപങ്ങളെ അല്ലെങ്കിൽ വികർമ്മങ്ങളെ വിനാശം ചെയ്യാനും നമ്മളിപ്പോൾ പ്രായോഗികമായി എന്ത് ചെയ്യണം എന്നതിലേക്കാണിത് വിരൽ ചൂണ്ടുന്നത്. യോഗത്തിലൂടെ മാത്രമേ ഈ വികർമ്മങ്ങൾ ഇല്ലാതാകൂ എന്ന് സ്രോതസ്സ് വ്യക്തമാക്കുന്നു. നമ്മുടെ ശരീരം നമുക്ക് സ്വന്തമല്ലെന്നും അത് ഈശ്വരീയ സേവനത്തിനു വേണ്ടി സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു മുതലാണെന്നും, അതായത് ഒരു ട്രസ്റ്റാണെന്നും നാം മനസ്സിലാക്കണം എന്നിതിൽ പറയുന്നു. ഇതിനെ നമുക്കൊന്ന് വിശദീകരിക്കാമോ? എന്താണ് ഈ ട്രസ്റ്റി കൺസെപ്റ്റ്? തീർച്ചയായും. ഇതൊരു കമ്പനി കാർ ഉപയോഗിക്കുന്നത് പോലെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ഓഫീസ് നിങ്ങൾക്കുപയോഗിക്കാൻ ഒരു വലിയ കാർ തരുന്നുവെന്ന് വിചാരിക്കുക. നിങ്ങൾക്കത് ഓടിക്കാം, നല്ല രീതിയിൽ ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾക്കറിയാം അത് നിങ്ങളുടേതല്ല എന്ന്. അതുകൊണ്ട് തന്നെ കമ്പനി അത് തിരികെ ചോദിക്കുമ്പോൾ നമ്മൾ കരയാറില്ല. അതെ. അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചെറിയ പോറലേറ്റാൽ നിങ്ങൾ അമിതമായി സങ്കടപ്പെടാറില്ല. കാരണം നിങ്ങളതിന്റെ ഒരു ട്രസ്റ്റി മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. എപ്പോഴാണോ ഈ ഒരു തിരിച്ചറിവുണ്ടാകുന്നത്, അപ്പോൾ ഈ ശരീരത്തിനോടും ഭൗതിക വസ്തുക്കളോടുമുള്ള മമത്വം ഇല്ലാതാവുകയും സ്രോതസ്സ് പറയുന്നതുപോലെ നഷ്ടോമോഹ എന്ന അവസ്ഥ കൈവരികയും ചെയ്യുമല്ലേ? കൃത്യം. അപ്പോൾ എല്ലാം എന്റേതാണെന്ന ഒരു ഉടമസ്ഥാവകാശം ഇല്ലാതാകുന്നു. അത് വളരെ വലിയൊരു ആശ്വാസമാണ്. കാരണം നിത്യജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നത് ഈ എന്റേതെന്ന ചിന്തയിൽ നിന്നാണ്. ഇവിടെ സ്രോതസ്സിലൊരു ഭാഗം ഞാൻ പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. മധുരതയും വിനയവുമാണ് ഏറ്റവും വലിയ ഗുണങ്ങളായി ഇതിലെടുത്തു കാണിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മൾ പലപ്പോഴും ട്രാഫിക്കിൽ കിടക്കുമ്പോൾ ആരെങ്കിലും വണ്ടി കുറുകെയിട്ടാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും. അതെ, എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണത്. അല്ലെങ്കിൽ
വീട്ടിൽ ഇന്റർനെറ്റ് സ്ലോ ആയാൽ നമ്മൾ വലിയ ബഹളമുണ്ടാക്കും. എന്നിട്ട് നമ്മൾ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാറുള്ളത്? അതെന്റെ സ്വഭാവമാണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്ന് നമ്മൾ വളരെ അഭിമാനത്തോടെ പറയും. എന്നാൽ അങ്ങനെ ന്യായീകരിക്കുന്നത് മായയുടെ പിടിയിലായതുകൊണ്ടാണെന്ന് ഇതിൽ കൃത്യമായി പറയുന്നു. നമ്മൾ നമ്മുടെ പോരായ്മകളെ എങ്ങനെയാണ് വെള്ളപൂശുന്നതെന്ന് ഇത് കാട്ടിത്തരുന്നു. മായയുടെ ഏറ്റവും വലിയ തന്ത്രം അതാണ്, നമ്മുടെ ദൗർബല്യങ്ങളെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി നമ്മെ വിശ്വസിപ്പിക്കുക. എന്റെ സ്വഭാവം ദേഷ്യപ്പെടുന്നതാണ് എന്ന് പറയുമ്പോൾ നാം യഥാർത്ഥത്തിൽ ആ ദേഷ്യത്തെ ന്യായീകരിക്കുകയും നമ്മളിലെ മാറ്റത്തെ പൂർണ്ണമായും അടച്ചുകളയുകയാണ് ചെയ്യുന്നത്. അതെ, സ്വന്തം ശരീരം പോലും തന്റേതല്ല എന്ന തിരിച്ചറിവ് ഒരു വ്യക്തിയിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ വിനയം വരും. ഒരു വസ്തു നമ്മെ ഒരാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് അഹങ്കരിക്കാൻ സാധിക്കില്ലല്ലോ. ശരിയാണ്. അതുകൊണ്ടുതന്നെ സ്രോതസ് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഓരോ വാക്കും സങ്കല്പവും മറ്റുള്ളവരെ ഉയർത്തുന്നതും വളരെ മധുരതരവുമാകണമെന്നാണ്. ആർക്കും സങ്കടം നൽകരുത്. അതെ, ഈ മിഥ്യാബോധത്തെ തകർത്ത് വിനയമുള്ളവരായി മാറുക എന്നത് നിരന്തര യോഗിയാകാനുള്ള അല്ലെങ്കിൽ ഭഗവാനുമായി സദാ സമ്പർക്കത്തിലിരിക്കാനുള്ള ഏറ്റവും എളുപ്പവഴിയാണെന്ന് സ്രോതസ്സുകൾ സമർത്ഥിക്കുന്നു. എത്ര മനോഹരമായൊരു വിശകലനമാണിത്. നമ്മൾ വളരെ ആഴത്തിലുള്ള ആശയങ്ങളിലൂടെയാണ് ഇന്ന് സഞ്ചരിച്ചത്. നിങ്ങളുടെ ഭക്തിയെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും കെട്ടുകഥകളിൽ നിന്നും മാറി യഥാർത്ഥ ജ്ഞാനം നേടേണ്ടതിന്റെ ആവശ്യകത നാം കണ്ടു. സത്യയുഗത്തിലെ അതിശയകരമായ മഹത്വവും മേഘങ്ങൾക്ക് മുകളിലല്ലാത്ത ഇവിടത്തെ സ്വർഗവും 21 ജന്മങ്ങളിലേക്ക് കൂടെ വരുന്ന സത്യമായ സമ്പാദ്യവും എന്താണെന്ന് നാം ചർച്ച ചെയ്തു. അതെ, ഏറ്റവും പ്രധാനമായി ഭഗവാൻ ഒരു ശരീരം ലോണെടുത്താണ് വരുന്നതെങ്കിൽ നമ്മുടെ ഈ സ്വന്തം ശരീരത്തെ വെറുമൊരു ഈശ്വരീയ ഉപകരണമായി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റായി കണ്ട് വിനയവും മധുരതയും നിത്യജീവിതത്തിൽ ശീലിക്കേണ്ടതിന്റെ പ്രായോഗികമായ പ്രാധാന്യവും നാം മനസ്സിലാക്കി. അതെ, ഈയൊരു വീക്ഷണം സ്വീകരിക്കുകയാണെങ്കിൽ നിത്യജീവിതത്തിലെ പല സംഘർഷങ്ങളും ഈഗോ പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ട് തന്നെ ഇല്ലാതാകും. നിങ്ങളുടെ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഉള്ളവരോട് നിങ്ങൾ ഇടപെടുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരൊറ്റ ചിന്തയ്ക്ക് സാധിക്കും. തീർച്ചയായും. അപ്പോ നിങ്ങൾ ആത്മീയതയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും നശ്വരമായ ഭൗതിക നേട്ടങ്ങൾക്ക് പിന്നാലെ മാത്രം പോകാതെ ശാശ്വതമായ ആന്തരിക സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ ശരീരത്തെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉപകരണമായി മാത്രം കാണുന്നതും നിങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോന്നതാണ്. കാരണം ആരും ഒന്നും കുട കൊണ്ടുപോകുന്നില്ല, നാം ആർജിച്ച നന്മകളും ഈ ജ്ഞാനവും ഒഴികെ. അപ്പോൾ ഇന്നത്തെ ഡീപ് ഡൈവ് അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം ഞാൻ നൽകാം. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ ഈ ശരീരം നിങ്ങളുടേതല്ല, മറിച്ച് ഒരു വലിയ ആത്മീയ സേവനത്തിനായി, മറ്റുള്ളവരുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് താൽക്കാലികമായി നൽകപ്പെട്ടിട്ടുള്ള വെറുമൊരു ഉപകരണം മാത്രമാണെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന അടുത്ത പ്രവൃത്തിയെ അതെങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? അതൊരു വലിയ ചോദ്യമാണ്. ഓഫീസിലോ വീട്ടിലോ പെട്ടെന്ന് ദേഷ്യം വരുന്ന അടുത്ത നിമിഷത്തിൽ ഇതെന്റെ സ്വഭാവമാണ് എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ആ ഉപകരണത്തെ നിങ്ങൾ എത്രത്തോളം സൂക്ഷ്മതയോടെയും സ്നേഹത്തോടെയും ഉപയോഗിക്കും? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഓം ശാന്തി.